നേത്രദാനം മഹാദാനമാണല്ലേ. കോട്ടയത്തെ നാട്ടകം എന്ന ഗ്രാമം ആ മഹാദാനത്തെ മാതൃകയായി പ്രാവർത്തികമാക്കുകയാണ്. ഒരു വർഷത്തിനിടെ 50-ലധികം നേത്രദാനങ്ങൾ നടത്തി 100-ലധികം ആളുകൾക്ക് കാഴ്ചയുടെ പുണ്യം പകർന്നു നൽകിയിരിക്കുകയാണ് ഈ ഗ്രാമം. സക്ഷമ എന്ന വിഭിന്നശേഷി സംഘടനയുടെ നേതൃത്വത്തിലാണ് ഈ മാതൃകാ പ്രവർത്തനം. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന കാവ്യവാക്യത്തെ പ്രാവർത്തികമാക്കി കാണിക്കുകയാണ് കോട്ടയം നാട്ടകമെന്ന ഗ്രാമം. ഒരു മരണമുണ്ടായാൽ ആദ്യം ചെയ്യുന്ന അന്ത്യകർമ്മം പരേത വ്യക്തിയുടെ നേത്രങ്ങൾ ദാനം ചെയ്യുക എന്ന ശീലത്തിലേക്ക് നാട്ടകം ഗ്രാമത്തിലെ ജനത മാറിക്കഴിഞ്ഞു. മൂലേടം, മൂലവട്ടം, മറിയപ്പള്ളി തുടങ്ങി നാട്ടകം ഗ്രാമത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരു വർഷത്തിനിടെ ഇതുവരെ 50-ലധികം നേത്രദാനങ്ങൾ നടന്നു കഴിഞ്ഞു. ഒരു വ്യക്തിയുടെ കണ്ണുകൾ 2 പേർക്ക് കാഴ്ചയുടെ മാധുര്യം പകരും. ആ രീതിയിൽ 100-ലധികം ആളുകൾക്ക് ഈ ഗ്രാമം കാഴ്ച നൽകി കഴിഞ്ഞു. സക്ഷമ എന്ന വിഭിന്നശേഷി സംഘടനയുടെ നേതൃത്വത്തിലാണ് ഈ മാതൃകാ പ്രവർത്തനം ഗ്രാമത്തിൽ നടക്കുന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു 6 മണിക്കൂറിനകം ഈ കോർണിയ എടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു 6 മണിക്കൂർ കൊണ്ട് എടുക്കുകയാണെങ്കിൽ ഈ 2 പേർക്ക്, ഒരാളുടെ നേത്രദാനത്തിലൂടെ 2 പേർക്ക് കാഴ്ച നൽകുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്തരം ഒരു കാര്യത്തിൽ നമുക്ക് ഇത്തരം ഒരു ബോധവൽക്കരണ പരിപാടിയിലൂടെ ആ നാടിൻ്റെ തന്നെ ഒരു മീൻസ് അവിടെ എന്തെങ്കിലും ഒരു ഇതുണ്ടായാൽ, മരണം ഉണ്ടായാൽ ആ നാട്ടുകാരെ തന്നെ നമ്മളെ അറിയിക്കുകയും ഒപ്പം ചൈതന്യയിൽ നമ്മളെ അറിയിക്കുകയും അവിടുന്ന് ഡോക്ടേഴ്സ് വന്നിട്ട് ഇത് എടുക്കുകയാണ് ചെയ്യുന്നത്. ബോധവത്കരണ സമ്പർക്ക പരിപാടികളിലൂടെയാണ് സക്ഷമ നേത്രദാനശീലം ഗ്രാമത്തിൽ പ്രാവർത്തികമാക്കിയത്. ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണയും സഹകരണവും പ്രവർത്തനത്തിന് ലഭിക്കുന്നു. ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ അച്ഛൻ്റെ ശരീരം ഇതോടുകൂടി നമ്മുടെ ഇടയിൽ നിന്ന് വിട്ടുപോവുകയാണ്. പക്ഷെ അതിൽ ഞങ്ങളുടെ അച്ഛൻ്റെ കണ്ണുകളും മറ്റ് 2 പേരിലൂടെ ജീവിച്ചിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അത് വല്ലാത്തൊരു അനുഭവമാണ്. ശരിക്കും പറഞ്ഞാൽ എന്നോടിത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അച്ഛനോടൊപ്പം തന്നെ അച്ഛൻ്റെ കണ്ണുകളും അതോടെ നശിച്ചു പോകുമായിരുന്നു. എനിക്ക് സന്തോഷമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അമ്മ പോയി, അപ്പോൾ അമ്മയുടെ ഒരു അവയവം ഇവിടെ ഭൂമി കാണുമല്ലോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ 2 പേർക്ക് കാഴ്ച കിട്ടുമെന്ന് രാജീവേട്ടൻ പറഞ്ഞു. അപ്പോൾ അതും നല്ലൊരു കാര്യമായിട്ട് തോന്നിയത്. സക്ഷമയുടെ നേതൃത്വത്തിൽ കോട്ടയം ജില്ലയിൽ ഇതിനോടകം 88 നേത്രദാനങ്ങൾ നടന്നു. 176 പേർക്ക് കാഴ്ച പകർന്നു. ജില്ലയിലെ ചൈതന്യ ആശുപത്രിയുടെ കൂടി സഹകരണത്തിലാണ് നേത്രദാന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഒരു വ്യക്തി മരണപ്പെട്ട ശേഷം 6 മണിക്കൂർ വരെ നേത്രദാനം നടത്താൻ സാധിക്കും. ഇന്ത്യയിൽ നിലവിൽ 1 കോടിയോളം അന്ധരായിട്ടുള്ള ജനതയുണ്ടെന്നാണ് കണക്ക്. ഇതിൽ 40 ലക്ഷത്തോളം ആളുകൾ റെറ്റിനയുടെ പ്രശ്നത്തെ തുടർന്ന് കാഴ്ചാഭംഗം നേരിടുന്നവരാണ്. മരണശേഷമുള്ള നേത്രദാനത്തിലൂടെ റെറ്റിന മാത്രമാണ് കണ്ണിൽ നിന്ന് ശേഖരിക്കുന്നത്. നാട്ടകം ഗ്രാമത്തിന്റെ മാനുഷികമായ ഈ മാതൃക മറ്റു ഗ്രാമങ്ങളും സ്വീകരിക്കട്ടെ. ഗ്രാമങ്ങളുടെ വികാസത്തിലൂടെ മാത്രമേ രാജ്യത്തിന്റെ വികാസം സാധ്യമാകൂ. അത്തരം വികാസങ്ങൾ സഹജീവി സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സഹാനുഭൂതിയുടെയും മാതൃകകളാൽ നിറഞ്ഞതാവണം. അത്തരം മാതൃകകളാൽ മാതൃകയാവുകയാണ് കോട്ടയം നാട്ടകമെന്ന ഗ്രാമം. കോട്ടയത്ത് നിന്നും പ്രശാന്ത് മണിമലയ്ക്കൊപ്പം ഗോകുൽ രമേശ്, ന്യൂസ് മലയാളം.